താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ന്യാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച മുഴുവൻ ജനപ്രതിനിധികൾക്കും കാലടി ന്യാസ് ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PK ഷാജഹാൻ, മുതിർന്ന കോൺഗ്രസ് നേതാവും കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ KC ബേബി ജനപ്രതിനിധികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് കാലടി ഡിവിഷൻ മെമ്പർ അഹല്യ സദാനന്ദൻ, തുറവൂർ ഡിവിഷൻ മെമ്പർ ഡോക്ടർ ജിൻഡോ ജോൺ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാലടി ഡിവിഷൻ മെമ്പർ പുഷ്കല തങ്കപ്പൻ, മറ്റൂർ ഡിവിഷൻ മെമ്പർ സീന ദേവസിക്കുട്ടി, കാനൂർ ഡിവിഷൻ മെമ്പർ KV പോളച്ചൻ, കാലടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മെർലി ആന്റണി, KD വർക്കി, വിൽസൺ വട്ടപ്പറമ്പൻ, പ്രിൻസി ഡൊമിനി, ജെസി വർഗീസ്, ലേഖ വത്സൻ, ഹർഷ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമതി ജെസി വർഗീസ് ഏഴാം വാർഡിൽ നിന്നും എട്ടാം വാർഡിൽ നിന്നും ശ്രീ പതിനേഴാം 15, 20, 25 നമുക്ക് ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല. 10, 15 ബാബു ജോസഫ് UDFന്റെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നത്. നേരത്തെ കഴിച്ചാൽ പറഞ്ഞ അന്ന് നല്ല വലിയ വികസന പ്രവർത്തനം നടത്താൻ പറ്റി. ഇതവണ നമുക്കൊരു ജനപ്രതിനിധിയെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അഹല്യ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ കാലടിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, കഴിഞ്ഞ 10 വർഷം 2 ടൈമായിട്ട് ഇല്ലാതിരുന്നത് നികത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന കാലടിക്ക് ഉണ്ടാകും. ഞങ്ങൾ നല്ല ഭൂരിപക്ഷം തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ 14 മെമ്പർമാരെ സൃഷ്ടിച്ചെടുക്കുവാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമുക്ക് ലഭിച്ചത്. ഈ എല്ലാവരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 79 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് സമിതി ഉണ്ടായത്. അന്ന് ഈ കേരളത്തിൽ ഇത്രമാത്രം തറ സൗകര്യം MC റോഡിന് അഭിമുഖമായിട്ട് ഉണ്ടാക്കിയ ഒരു പഞ്ചായത്തിൽ 4.5 ഏക്കർ സ്ഥലം അന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു.